ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ പുതിയ ലോഡിലുള്ള കുറച്ച് റോസസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു, പുതിയ ലോഡിൽ 15 വെറൈറ്റി ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസ് നമുക്ക് ലോഡിലുണ്ട്. ഓൺ റൂട്ടഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ട് റൂട്ടാക്കി എടുക്കുന്നതാണ്, ബഡ് ചെയ്യാതെ റൂട്ടാക്കി എടുക്കുന്നതാണ് ഓൺ റൂട്ടഡ് എന്ന് പറയുമ്പോൾ. 15 വെറൈറ്റീസ് ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്കൊരു ഓഫർ കൂടെ ഉണ്ട്. സാധാരണ ഇങ്ങനെയുള്ള വീഡിയോസിൽ നമ്മൾ ഇപ്പോൾ 10 പ്ലാന്റ് ആണെങ്കിൽ 10 പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ, അല്ലെങ്കിൽ 5 പ്ലാന്റിൻ്റെയോ 7 പ്ലാന്റിൻ്റെയോ കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഏതൊക്കെ പ്ലാന്റ് ആണ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഓറഞ്ച് മിനിയേച്ചർ, റെഡ് മിനിയേച്ചർ, യെല്ലോ മിനിയേച്ചർ, അഹല്യ, സമ്മർ സ്നോ, ഇത്രയും വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കോംബോ സെറ്റ് ചെയ്യുന്നത്. സാധാരണ അങ്ങനെയാണ് നമ്മൾ കോംബോ സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കോംബോ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വെക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോംബോ വെക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം പലർക്കും പല ഇഷ്ടങ്ങളാണ് വരുന്നത്. നമുക്കിവിടെ എടുക്കാൻ എളുപ്പത്തിനാണ്. അതായത് ഇപ്പോൾ ഒരു 10 പേർക്ക് കോംബോ വേണം, നമ്മൾ ചെയ്യുന്ന കോംബോ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 പേർക്ക് കോംബോ വേണമെന്നുണ്ടെങ്കിൽ ആ 10 പ്ലാന്റ്സ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പാക്കിംഗ് സമയത്ത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ല, പാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഓഫർ മുമ്പോട്ട് വെക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും പാക്ക് ചെയ്യുമ്പോൾ അത്രമാത്രം ശ്രദ്ധിച്ചിട്ട് പാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും കൂടെ വരുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടായിരിക്കുമെന്നറിയാം. എന്നിരുന്നാൽ പോലും നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത് വേറൊന്നുമല്ല, ഈ 15 എണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് 10 എണ്ണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 10 റോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നിന്ന് 10 റോസിൻ്റെ കോംബോ വരുന്നത് 880 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെ 880 രൂപയാണ്. ഒരു പ്ലാന്റിന് 100 രൂപ പോലും വരുന്നില്ല. സാധാരണ നമ്മൾ ഓഫറിലല്ലാതെ കൊടുക്കുമ്പോൾ പ്ലാന്റ്സിന് മിഡ് നൈറ്റ് ബ്ലൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 150, ബോണിക്ക 150, ആ ഒരു പ്രൈസ് റേഞ്ചിനാണ് കൊടുക്കുന്നത്. പക്ഷേ ഓഫറിലിടുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാന്റ്സിന് ഏകദേശം 80 രൂപ റേഞ്ചിലാണ് നിങ്ങൾക്കാവുന്നത്. കൊറിയർ ചാർജ് 880 ആണ്. 800 പ്ലസ് 80 രൂപ കൊറിയർ ചാർജാണ് പറയുന്നതെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് 80 രൂപേനേക്കാളും കൂടുതൽ കൊറിയർ ചാർജ് വരാറാണ് പതിവ്. DTDCയുടെ ചാർജ് പ്ലാന്റ്സിൻ്റെ ഹൈറ്റും അതുപോലെ വെയ്റ്റും അനുസരിച്ചിട്ട് നമ്മുടെ പാക്കേജ് എത്രമാത്രം ഹെവി ആണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ കൊറിയർ ചാർജ് 100 മുതൽ 150 വരെ നമ്മൾ കഴിഞ്ഞ കോംബോ ഒക്കെ അയക്കുമ്പോൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചോയ്സ് എന്ന നിലയിലാണ് ഈ ഒരു കോംബോ ഓഫർ കൊടുക്കുന്നത്. കാരണം എല്ലാ തവണയും നമുക്കിഷ്ടപ്പെട്ട കുറച്ച് റോസസ് എടുക്കുന്നു, അതിനെ കോംബോ ആക്കുന്നു, നിങ്ങൾക്ക് തരുന്നു. ഇപ്രാവശ്യം 15 റോസ് വെറൈറ്റി നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നു. 15 എണ്ണത്തിൽ നിങ്ങൾക്ക് 10 എണ്ണം സെലക്ട് ചെയ്യാം. അതിൻ്റെ പ്രൈസ് വരുന്നത് 880 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. നമ്മുടെ DTDCയുടെ ചാർജ് ഉൾപ്പെടെ 880 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പീച്ച് ക്രീക്രി റോസാണ്. ഇതിനകത്ത് കാണിച്ച റോസസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് മേളിൽ ഞാൻ ഏതാണ് ID എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, ഒരു പെൻ എടുത്തിട്ട് നിങ്ങൾക്കിപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം 15 റോസ് ഏതൊക്കെയാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇല്ലാത്ത റോസ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് 5 റോസിൻ്റെ കോംബോ ആണ് കേട്ടോ. 5 റോസിൻ്റെ കോംബോ ഓഫറും വരുന്നുണ്ട്. അത് 599 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ് കേട്ടോ. 5 റോസിൻ്റെ കോംബോ വരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഇത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. ഓരോ റോസും ഓരോ വെറൈറ്റി ആയിട്ടുള്ള റോസിനെയും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ കൊടുക്കുന്നത്. മാക്സിമം വെറൈറ്റി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ റോസുകൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്കായിട്ടൊരു കോംബോ ഇത്രയും നാൾ നമ്മളങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു കോംബോ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളൊരു കോംബോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിരുത്തി ആലോചിച്ച് നിങ്ങളുടെ കയ്യിലില്ലാത്ത വെറൈറ്റീസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു അടിപൊളി കോംബോ ഓഫർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ആർക്കും പരാതി പറയേണ്ടി വരില്ല. കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് എൻ്റെ കയ്യിൽ ഇന്ന റോസ് ഉണ്ടായിരുന്നു, അത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ പരാതി പറയുന്ന ആൾക്കാരുണ്ട്. പരാതിയല്ല, പരിഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കതുകൂടെ വരുമ്പോൾ 2 റോസ് ആവും, അല്ലെങ്കിൽ 3 പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ തന്നെ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുത്തിരുന്നെങ്കിൽ ഉപകാരം ആയേനെ എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക്
എക്സ്ചേഞ്ച് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 15 പേർക്കുള്ള പ്ലാൻസ് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ കോംബോയുടെ സമയത്ത് നമുക്കത് 15 പേർക്കുള്ള പ്ലാൻസിൽ ഒരാൾക്കുള്ളത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറ്റത്തില്ല ചേച്ചി എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ അതിനേക്കാളും റിസ്ക്കാണ് ഏറ്റെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 10 ഓർഡറാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും 10 പേരുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും. 10 പേരും ഓർഡർ ചെയ്യുന്നത് 10 ടൈപ്പ് പ്ലാൻസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കൊറിയർ പാക്കിങ്ങിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും. പ്ലാൻസ് സെലക്ട് ചെയ്യുന്നതിന് ടൈം എടുക്കും. സാധാരണ ഒരാൾക്കൊരു 20 മിനിറ്റാണ് പ്ലാൻസ് എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതൊരു 35 മിനിറ്റ് എടുക്കും. 10 പ്ലാൻസ് ആക്കുക, അതിനെ എടുക്കുക, മണ്ണ് കളയുക, പാക്ക് ചെയ്യുക, അയക്കുക എന്നുള്ളതിൽ. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കട്ടെ. 10 പ്ലാൻസിൻ്റെ കോംബോയും 5 പ്ലാൻസിൻ്റെ കോംബോ ഓഫറുമാണ് കേട്ടോ ഇപ്പോൾ നിലവിലുള്ളത്. വെറൈറ്റി ആയിട്ടുള്ളൊരു കോംബോ ഓഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരു കോംബോ ഓഫർ ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടത്. 10 റോസ് തന്നെ സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യും പോലെ 10 റോസ് എടുത്തിട്ട് കൊടുക്കണോ അതോ മാറ്റി കൊടുക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കോംബോ ഓഫർ ഇട്ടതുമായിട്ട് ഈ ഒരു കോംബോ ആയിട്ടൊരു ബന്ധമില്ല കേട്ടോ. കാരണം ഇനി വന്നിട്ട് മാറ്റി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ പ്ലാൻസൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്, അത് പാക്ക് ചെയ്ത് അയക്കാൻ കണക്കിന് വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ ഓർഡർ പ്രകാരം മാറ്റി വെച്ചിട്ടുണ്ട് പ്ലാൻസ്. അപ്പോൾ ഇത് ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇങ്ങനെ ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ആകുന്ന സമയം മുതൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ ഈ ഒരു ഓഫറുള്ളത്. 15 റോസിൽ നിന്ന് 10 പ്ലാൻസ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ 15 റോസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 റോസും അയച്ചു തരും കേട്ടോ. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ പുതുതായിട്ടൊക്കെ റോസൊക്കെ മേടിച്ച് വെക്കണമെന്നുള്ളവർക്ക് ചിലപ്പോൾ ആഗ്രഹം 15 റോസ് ഒരുമിച്ച് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടാവും. 15 റോസ് ഒരുമിച്ച് മേടിക്കണമെന്നുള്ളവർക്ക് 15 റോസായിട്ട് മേടിക്കാം. 10 റോസ് മേടിക്കണമെന്നുള്ളവർക്ക് 10 റോസായിട്ട് മേടിക്കാം. 5 റോസായിട്ട് മേടിക്കണമെന്നുള്ളവർക്ക് 5 റോസായിട്ട് മേടിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പ്ലാന്റ് ചിലപ്പോൾ ബോണിക്ക മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. പക്ഷെ അതിന് റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. കോംബോയിലെ റേറ്റ് ആയിരിക്കില്ല വരുന്നത്. ഇപ്പോൾ ഓറഞ്ച് മിനിയേച്ചറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓറഞ്ച് മിനിയേച്ചർ മാത്രമായിട്ട് അയച്ചു തരും. നിങ്ങൾക്ക് 5 പ്ലാൻസ് വേണ്ട 3 എണ്ണം മതി എന്നുണ്ടെങ്കിൽ ആ ഒരു 3 പ്ലാൻസായിട്ട് അയച്ചു തരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ DTDCയുടെ കൊറിയർ വഴിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, ഈ വരുന്ന ബുധനാഴ്ച നമുക്ക് അവധിയാണ്, റംസാൻ്റെ അവധിയാണ്, പെരുന്നാളിൻ്റെ അവധി ആയതുകൊണ്ട് നമുക്ക് കൊറിയർ ഉണ്ടായിരിക്കില്ല തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും. ഇൻ കേസ് നിങ്ങൾക്ക് ചൊവ്വാഴ്ച പ്ലാന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബുധനാഴ്ച ഹോളിഡേ, അത് കഴിഞ്ഞ് വ്യാഴാഴ്ചയൊക്കെ ആയിരിക്കും പ്ലാന്റ് കിട്ടുക. ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റ് അറിയാമല്ലോ, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ അടച്ചിട്ടൊരു റൂമിൽ ആ പ്ലാന്റ് എത്രമാത്രം സർവൈവ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ അയച്ച് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കിട്ടുന്നത് പോലെയല്ല. ഒരു ദിവസം ഫുള്ള് ചൂടുള്ളൊരു റൂമിനകത്ത് കിടന്നിട്ട് പ്ലാന്റ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് അതിൻ്റേതായ ഡാമേജ് കാണിക്കും. അപ്പോൾ നമുക്ക് ബുധനാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും. വ്യാഴാഴ്ച കൊറിയർ ഉണ്ടാവും. വ്യാഴം, വെള്ളി, ശനിയാഴ്ച കൊണ്ട് കിട്ടത്തക്ക രീതിയിൽ വ്യാഴാഴ്ച കൊറിയർ ഉണ്ടാവും. പിന്നെ തിങ്കളാഴ്ച ആയിരിക്കും അടുത്ത കൊറിയർ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേരുടെ അയക്കാനുള്ളവരുടെതൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് പേരുടെ പ്ലാൻസൊക്കെ ഇനി അയക്കാനുണ്ട് കേട്ടോ. അതൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ അയക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കോംബോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.